ചെന്നൈയിലെ അണ്ണ സെൻറ്റിനറി ലൈബ്രറിയിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോയത്. ഇത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ലൈബ്രറീസിലൊന്നാണ്. 3 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ലൈബ്രറിയാണ്. ഇങ്ങനെ 11ലധികം നിലകളുണ്ട് ഈ ലൈബ്രറിയിൽ. നമുക്കവിടെ ഒരു QR കോഡ് ഉണ്ടാവും. എൻട്രൻസിൽ തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ കയറാവുന്നതാണ്. ബുക്സ് എല്ലാം എടുക്കണമെങ്കിൽ 250 റുപ്പീസാണ് മെമ്പർഷിപ്പ്. അത് സീനിയർ സിറ്റിസനും സ്റ്റുഡൻസിനൊക്കെ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപ സംതിങ് ആണ് വരുന്നുള്ളൂ. പിന്നെ ഇയർലി 100 റുപ്പീസ് കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ നമ്മൾ പുതുക്കിയെടുക്കണം. അതെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യാനാണ് കയറുന്നത് എങ്കിൽ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും നമ്മൾ എടുക്കുന്ന ബുക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര്, നമ്പർ ഓഫ് ബുക്സൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കയറാം. ഓരോ ഫ്ലോറിലായിട്ട് നമുക്കിങ്ങനെ കയറി നമുക്ക് ആവശ്യമുള്ള ബുക്സൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുറത്തായിട്ടൊരു ഹാളുണ്ട്. പിന്നെ അതുപോലെ ഒരു കോൺഫറൻസ് ഹാള് താഴെയുണ്ട്. ഈ ലൈബ്രറി ഉണ്ട്. പിന്നെ അതുപോലെ കിഡ്സിൻ്റെ ഏരിയ, അതുപോലെ ഓരോ സെക്ഷനിലും, അതായത് ഓരോ നിലകളിലായിട്ടും സയൻസ്, ഹിസ്റ്ററി, അതുപോലെ ലിറ്ററേച്ചർ, എല്ലാ ലാംഗ്വേജിലുള്ള ലിറ്ററേച്ചർ ബുക്സ്, കിഡ്സ് സെക്ഷൻ, പിന്നെ സയൻസ് എക്സിബിഷൻ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് പല ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ നടക്കുന്നതായിട്ട്. നമുക്ക് അവിടെ ചെന്നിരുന്ന് നമ്മുടേതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സൗകര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഇവിടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബുക്സിൻ്റെയും, എല്ലാ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കിൻ്റെയും ഓരോ കോപ്പി വീതം ഈ ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. റെഫറൻസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. റെഫറൻസിന് വേണ്ടി ഒരുപാട് ബുക്സ്, ഒരു പുസ്തകത്തിൻ്റെ തന്നെ പല കോപ്പികൾ, എത്രയോ കോപ്പികൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ പ്രശസ്തരായിട്ടുള്ള പല ആൾക്കാരുടെയും ഫോട്ടോസ് അടങ്ങുന്ന ഒരു മ്യൂസിയവും കൂടി അവിടെ ഉണ്ട് കേട്ടോ.